എന്താണ് കുട്ടികൾ കഴിക്കുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. കഴിക്കുന്നുണ്ടോ? നിങ്ങൾ ചോദിക്കാറുണ്ടോ വൈകുന്നേരം? സ്കൂളിൽ നിന്ന് കിട്ടിയ ഭക്ഷണം മുഴുവൻ കഴിച്ചോ എന്ന് ചോദിക്കാറുണ്ടോ? എത്ര അമ്മമാര് ചോദിക്കാറുണ്ട്? എല്ലാവരും ഇരിക്കും. ചോദിക്കണം കുട്ടികളോട്. നമ്മൾ അവരെന്താണ് നീ കഴിച്ചത്, നിങ്ങളത് മുഴുവൻ കഴിച്ചോ, ഭക്ഷണം വേസ്റ്റ് ചെയ്തോ എന്നൊക്കെ അവരോട് ചോദിക്കണം. ഭക്ഷണം ഒരിക്കലും വേസ്റ്റ് ചെയ്യരുതെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. കുഞ്ഞു കുട്ടികളെ കുഞ്ഞിനെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഭക്ഷണം ഒരിക്കലും കളയില്ല. ഇവിടുത്തെ കാര്യമൊക്കെ വീട്ടിലെന്താ അവസ്ഥ? ഹോട്ടലിൽ നിന്ന് അത് വേണം, പൊറോട്ടയൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ടോ? പൊറോട്ട നല്ലതാണോ? അതൊന്നും മേടിച്ചു കൊടുക്കുക. എന്താണോ ലഭിക്കുന്നത് അത് കൃത്യമായിട്ട് അവരെ കഴിപ്പിക്കാൻ വേണ്ടി ശീലിപ്പിക്കുക. നല്ല ആഹാരം കഴിച്ചാൽ മാത്രമേ അവർക്ക് നല്ല എനർജറ്റിക് ആയിട്ട് പഠനകാര്യത്തിലായാലും അക്കാദമികയായാലും മറ്റേ സ്പോർട്സ് അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും അവർക്ക് നല്ല രീതിയിൽ നിലനിന്ന് പോകാൻ കഴിയുക. നല്ല ആഹാരം ഉണ്ടെങ്കിൽ മാത്രം. കുറെ ചോറും കറിയും മാത്രം കഴിച്ചാൽ മതിയോ? എന്ത് കഴിഞ്ഞു? സാധാരണ ഇപ്പൊ നമ്മുടെ വീടുകളിൽ മീനൊക്കെ നമ്മൾ പോയിട്ട് വീട്ടിൽ എന്താ ഉണ്ടാക്കിയ ശേഷം ആകെ ഒരു പറയുന്ന ഒരു കറി പരിപ്പ് കറിയാ. പരിപ്പ് മാത്രം കൂട്ടിയാലോ? പാടില്ല. എല്ലാ പച്ചക്കറികളും ചീരയും ഉൾപ്പെടെ എല്ലാ സാധനവും കഴിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ, ബ്ലഡ് ഒക്കെ ഉണ്ടാവുള്ളൂ. ചീര കഴിക്കും കുട്ടികള്? കുറെ പേര് കഴിക്കും, കുറച്ചു പേരോ കഴിക്കില്ല. അപ്പൊ അവരെ കൊണ്ട് അത് കഴിച്ച് ശീലിപ്പിക്കണം. നമ്മുടെ അട്ടപ്പാടിയിൽ പലതരത്തിലുള്ള ചീരകൾ കിട്ടും. അതെല്ലാം ഒറ്റയടിക്കത് കഴിക്കൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്കായിട്ട് കൊടുത്ത് ശീലിപ്പിച്ച് അവരെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാക്കി നമുക്കത് മാറ്റണം. വീട്ടിൽ കൊടുക്കില്ലേ ചീരയൊക്കെ? നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കും, നമ്മൾ കഴിക്കും. കുട്ടികൾ ചിലപ്പോ കഴിച്ചു എന്ന് വരില്ല, പക്ഷെ അവരെ കൊണ്ട് അത് ശീലമാക്കി കൊണ്ടുവരണം. പല ഊരുകളിൽ പോയാലും വീട്ടിൽ ഇതേപോലെ നമ്മുടെ പരിസരത്ത് കിട്ടുന്ന ചീരയൊക്കെ കൊണ്ട് അവർ കറി വെച്ചിട്ടുണ്ടാവും. പക്ഷെ കുട്ടികൾ ഹോട്ടലിൽ പോയി എന്താണ് വല്ല പൊറോട്ടയോ അല്ല പല എണ്ണക്കടികളൊക്കെ ആയിരിക്കും വാങ്ങി അവർ കഴിക്കുന്നത്. ഇവിടെ അങ്ങനെ കാണാറില്ല. നേരത്തെ ഞാൻ അഗളിയിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം അവിടെ ഊരുകളില് രാവിലെ ആയ പിള്ളേർ ഒരു തൂക്കുപാത്രം പിടിച്ച് നേരെ ചായക്കടയിലോട്ടാണ് പോകുന്നത്. വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ ആയ കുട്ടികൾക്ക് രാവിലത്തെ ഭക്ഷണം കിട്ടുമോ? എണ്ണക്കടി കഴിച്ചാൽ മതിയോ? അത് ശീലിപ്പിക്കരുത്. രാവിലെ നിർബന്ധമായും ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പൊ സ്കൂളിൽ നിന്ന് രാവിലെ ഭക്ഷണം ഉണ്ടല്ലോ, അപ്പൊ ബാക്കിയുള്ള കുട്ടികൾക്കും രാവിലെ നിർബന്ധമായും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? സ്കൂളിലോട്ട് പറഞ്ഞേക്കാൻ. അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. നമ്മൾ നമ്മുടെ പണിക്ക് പോകും, ഭക്ഷണം ഉണ്ടാക്കി വരും. ഇവര് കഴിക്കുമോ? ഇല്ല. എന്നിട്ട് സ്കൂളിൽ വന്ന് ഒരു 5 മിനിറ്റ് അസംബ്ലിക്ക് നിൽക്കുമ്പോഴത്തേനും ഇവർക്ക് തലകറക്കമായി, കുഴഞ്ഞു വീണലായി ഇല്ലേ? ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കില്ല കുട്ടികൾ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം. ഒരു പ്രായം വരെ നമ്മൾ അവരെ നല്ല ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരു ഭക്ഷണം കഴിക്കുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ വെള്ളം ധാരാളമായിട്ട് കുടിക്കാൻ പറയണം. വെള്ളം കുടിക്കും കുട്ടികൾ. വെള്ളം കളിച്ച് ശീലിക്കുമ്പോൾ കുടിക്കുമായിരിക്കും, അല്ലാതെ നോർമലി അവരുടെ വെള്ളം കുടി കുറവായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് വരും, വയറുവേദന, ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരും, മൂത്രത്തിപ്പഴുപ്പ് വരും, അങ്ങനെയുള്ള കുറേ അസുഖങ്ങൾ വരും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ്. ഓരോ വീട്ടിലുള്ള അമ്മമാരുടെ കയ്യിലാണ് കുട്ടികളുടെ എല്ലാ കുടുംബത്തിന്റെ ആരോഗ്യം ഉള്ളത് അല്ലേ? നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുക, വൃത്തിയുള്ള ഭക്ഷണം വൃത്തിയുള്ള രീതിയിൽ വേണം നമ്മൾ ഉണ്ടാക്കുക. അല്ലാതെ കുറെ ആടും ആടിനെല്ലാം വീട്ടിലൂടെ കൂടെ കയറ്റി അടുക്കളയിലും ഇതെല്ലാം ഉണ്ടാവും. അവിടെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ പഴയ കാലത്ത് നമ്മൾ ഒരുപാട് മാറി. പണ്ട് ഈ മൃഗങ്ങളൊക്കെ നമ്മുടെ വീട്ടിനുള്ളിലായിരുന്നു. പ്രതിരോധ ശേഷി എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ടോ? പെട്ടെന്ന് അസുഖം വരില്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. വൃത്തിയോടുകൂടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അവരെ കൂടി കഴിപ്പിക്കുകയും ചെയ്യും. താങ്ക് യു.